ദേശീയപാതയിൽ അങ്കമാലി ടെൽക്കിന് സമീപത്തെ വളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുന്ന സംഭവങ്ങൾ ഇവിടെ പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വളവിലുള്ള യു-ടേണും ഇടറോഡിൽ നിന്നുള്ള വാഹനങ്ങളുടെ കടന്നുവരവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ഇവിടെ ഇപ്പോൾ മതിൽ തന്നെ എത്ര പ്രാവശ്യം ഇടിച്ച് തെറിപ്പിച്ച കോളേജിൻ്റെ എത്ര ആൾക്കാരെ മരിച്ചാണ്, എന്തൊരു ആൾക്കാർ പറ്റിയാണ്, ഒത്തിരി സംഭവം ഉണ്ട് ഇവിടെ. ഈ വളവ് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് പണ്ടേ നിർത്തികളുടെ ടൈം ഇവിടുന്ന് സ്ട്രൈറ്റ് ആക്കണം, നേരെ അങ്ങോട്ടാക്കണം. വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ശ്രദ്ധ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും തെറ്റിയാൽ ഈ വളവിൽ അപകടം ഉറപ്പ്. വാഹനം കുറച്ച് വേഗതയിലാണെങ്കിൽ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. വളവിന്റെ അശാസ്ത്രീയ രൂപകൽപ്പനയും ഇടറോഡിൽ നിന്നുള്ള വാഹനങ്ങളുടെ കടന്നുവരവും അപകടങ്ങൾക്കുള്ള മറ്റൊരു കാരണമാണ്. പ്രധാനമായിട്ട് അവിടെ നിന്ന് വരുന്ന വണ്ടികൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല സ്പീഡിൽ വരുന്ന വണ്ടികൾ ഈ ക്രോസിങ്ങിനെ കാണുന്നില്ല. ഇത് അതിനോട് ചേർന്ന് തന്നെ ഒരു കൊടും വളവും കൂടിയാണ് ഇവിടെ. അപ്പോൾ ഡ്രൈവർമാരുടെ സമനില അപ്പോൾ തന്നെ തെറ്റാണ്. ഇപ്പോൾ അവിടെ പോലീസൊക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഇതിനെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ അവിടെ നിന്ന് വരുന്ന വണ്ടികളൊന്നും അത് അനുസരിക്കാറില്ല. അവിടെ വിട്ട വണ്ടികൾക്ക് ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ അവരിവിടെ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ചിന്തിക്കില്ല. ഇവിടെ നിന്ന് വന്ന വണ്ടികൾ അവിടെ വന്നിട്ട് തിരിയാൻ വേണ്ടി നിർത്തും. ബാക്കിൽ നിന്ന് സ്പീഡിൽ വന്ന വണ്ടികൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നിട്ട് കുറേ പേര് ആക്സിഡന്റ് ആയിട്ടുണ്ട്. ഫയർഫോഴ്സുകൾ വന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് പോകാറുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ തന്നെ നിരവധി ചെറുതും വലുതുമായ അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപകടം പതിയിരിക്കുന്ന വളവാണെങ്കിലും ഇവിടെ സ്പീഡ് ബ്രേക്കറോ കൃത്യമായ സൂചനാ ബോർഡുകളോ ഇല്ല. നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ വരുന്ന ആളുകളോട് പറയാറുണ്ട്, നാഷണൽ ഹൈവേക്കാരോടും റോഡ് അതോറിറ്റിയോടൊക്കെ, അതുപോലെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് ഈ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ സിഗ്നൽ വെക്കണം. ഇതാണ് എൻ്റെ നിർദ്ദേശം. ഈ വളവിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ അശാസ്ത്രീയമായ യു-ടേൺ ഒഴിവാക്കുകയും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുകയും വേണമെന്ന ആവശ്യം ശക്തമാണ്. 19 വയസ്സുകാരി ജാസ്ലിയ ജോൺസൺ ഈ കൊടുംവളവിലുണ്ടായ അപകടങ്ങളിൽ പൊലിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ജീവൻ. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു ഇടപെടൽ അതുണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. അങ്കമാലിയിൽ നിന്നും ക്യാമറമാൻ മുഹമ്മദ് യഹീക്കൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.